ക്രിസ്ത്യ ജീവിതത്തിൽ ക്ഷീണിച്ച് മടുക്കാതിരിക്കുക എന്നുള്ള ആ ഒരു ചിന്തയോട് ബന്ധപ്പെട്ട് ചില കാര്യങ്ങൾ പറവാനായിട്ടാണ് ഇന്ന് രാത്രി ഞാൻ ആഗ്രഹിക്കുന്നത്. അത് ഞാൻ ദൈവത്തിൽ ആശ്രയിക്കുന്നു. നമുക്ക് വളരെ പരിചിതമായ ഒരു വേദവാക്യത്തിലേക്ക് തന്നെ നമുക്ക് ആദ്യം കടന്നു ചെല്ലാം. എബ്രായ ലേഖനം 12-ാം അധ്യായത്തിന്റെ 3-ാം വാക്യത്തിൽ ഇങ്ങനെയാണ് വായിക്കുന്നത്: നിങ്ങളുടെ ഉള്ളിൽ ക്ഷീണിച്ചു മടുക്കാതിരിപ്പാൻ പാപികളാൽ തനിക്ക് നേരിട്ട ഇങ്ങനെയുള്ള വിരോധം സഹിച്ചവനെ ധ്യാനിച്ചുകൊള്ളുവിൻ. എബ്രായ ലേഖനത്തിൽ നിന്ന് നമ്മൾ ചില കാര്യങ്ങളൊക്കെ മുമ്പ് പഠിച്ചതാണ്. നമ്മൾ ആ വാക്യമായിട്ട് ആ പുസ്തകം മുഴുവൻ നമ്മൾ ചില മാസങ്ങൾക്ക് മുമ്പ് അത് പഠിച്ചു തീർന്നതാണ്. ഒന്ന് രണ്ട് ആമുഖമായി ചില കാര്യങ്ങൾ മാത്രം ഞാൻ എന്നോട് ചേർത്ത് പറഞ്ഞിട്ട് ഞാൻ ഇതിലേക്ക് തന്നെ കടന്നു വരട്ടെ. എൻ്റെ ആ ചിന്തയിലേക്ക് തന്നെ കടന്നു വരാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ഈ ലേഖനത്തിന്റെ ആദ്യ വായനക്കാരായ എബ്രായ ക്രിസ്ത്യാനികൾ ക്ഷീണിക്കാൻ പ്രധാന കാരണം അവർ നേരിടുന്ന വലിയ കഷ്ടതയും പീഡനങ്ങളുമായിരുന്നു. നമ്മളത് കണ്ടതാണ്. എന്നാൽ ഇന്ന് നാം ആയിരിക്കുന്ന ഇടങ്ങളിൽ അതുപോലെയുള്ള സാഹചര്യം കൂടി കടന്നു പോകുന്നവർ ആരും തന്നെ ഇല്ല എന്ന് ഞാൻ വിചാരിക്കുന്നു. ചിലപ്പോൾ നോർത്ത് ഇന്ത്യയിലോ സുവിശേഷത്തിന് സ്വാതന്ത്ര്യമില്ലാത്ത രാജ്യങ്ങളിലൊക്കെ അത് ഉണ്ടായിരിക്കാം. എങ്കിലും നാം ഇന്ന് ഈ ജോയിൻ ചെയ്ത പ്രിയപ്പെട്ടവരിൽ നാം ആയിരിക്കുന്ന സാഹചര്യങ്ങളൊന്നും അതുപോലെയുള്ള കഷ്ടപ്പാടുകളിലൂടെയോ അല്ലെങ്കിൽ പീഡനങ്ങൾ കൂടെ കടന്നു പോകുന്നവരാരും തന്നെ ഉണ്ടായിരിക്കുന്നില്ല. എന്നിരുന്നാലും ആത്മീയ ജീവിതത്തിൽ നമ്മളിൽ പലർക്കും ക്ഷീണം സംഭവിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. നമ്മൾ പൊതുവെ നോക്കുമ്പോൾ, നമ്മളിന്ന് പറയുമ്പോൾ പൊതുവെ വിശ്വാസ ലോകത്തിൽ നോക്കുമ്പോൾ ആ ക്ഷീണം അറിഞ്ഞ ചിലർ മടങ്ങി വരുവാനുള്ള ചില പരിശ്രമങ്ങൾ നടത്തുന്നുണ്ട്. എന്നാൽ മറ്റു ചിലർ അത് അറിഞ്ഞിട്ടും അറിയാത്തവരെ പോലെ ജീവിക്കുന്നതും നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. കുറച്ചു പേർ അല്ലെങ്കിൽ മറ്റു ബാക്കിയുള്ള കുറെ ആൾക്കാർ അതിനെക്കുറിച്ച് യാതൊരു അറിവും അല്ലെങ്കിൽ ക്ഷീണിച്ചിട്ടുണ്ടോ എന്നുള്ള ഒരു ചിന്തയും അല്ലെങ്കിൽ ഒന്നും അറിയാത്തവരെ പോലെ അല്ലെങ്കിൽ ഒരു അറിവും ഇല്ലാത്തവരെ പോലെ മുന്നോട്ട് പോകുന്നതും കാണാൻ കഴിയുന്നുണ്ട്. എന്നാൽ നമ്മുടെ ക്രിസ്ത്യ ജീവിതത്തിൽ നമ്മെ ക്ഷീണിപ്പിക്കുന്ന ചില കാര്യങ്ങൾ നമ്മുടെ സോഷ്യൽ ആയിട്ടുള്ളതും വേദപുസ്തകത്തിലുള്ള ചില ചിന്തകളുടെയൊക്കെ അടിസ്ഥാനത്തിൽ ചില കാര്യങ്ങൾ ഇന്ന് രാത്രികാലം ഓർമ്മിപ്പാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ഞാൻ ആദ്യമായിട്ടൊരു വാക്യം വായിക്കാൻ ആഗ്രഹിക്കുന്ന സദൃശ്യവാക്യത്തിൽ നിന്നാണ്. സദൃശ്യവാക്യം 25-ാം അധ്യായത്തിന്റെ 17-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെയാണ് വായിക്കുന്നത്: കൂട്ടുകാരൻ നിന്നെ കൊണ്ട് മടുത്ത് നിന്നെ വെറുക്കാതെ ഇരിക്കേണ്ടതിന് അവന്റെ വീട്ടിൽ കൂടെ കൂടെ ചെല്ലരുത്. ഒരു സദൃശ്യവാക്യം, ഒരു പഴഞ്ചൊല്ല് പോലുള്ള ഒരു വാക്യങ്ങൾ അങ്ങനെയുള്ളതാണല്ലോ, അല്ലെങ്കിൽ ആ പ്രോവർബ്സ് അങ്ങനെയുള്ള വാക്യങ്ങളാണല്ലോ ഇപ്പോൾ സദൃശ്യവാക്യത്തിൽ കാണുന്നത്. ഇവിടെ ഈ വാക്യത്തിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ സംഭവിക്കുന്നത്, അതായത് കൂട്ടുകാരൻ നിന്നെ കൊണ്ട് മടുത്ത് നിന്നെ വെറുക്കാതെ ഇരിക്കേണ്ടതിന് അവന്റെ വീട്ടിൽ കൂടെ കൂടെ ചെല്ലരുത് എന്ന വാക്യങ്ങളുടെ അല്ലെങ്കിൽ ആ പുസ്തകത്തിന്റെ എഴുത്തുകാരൻ അത് പറയുമ്പോൾ അത് സംഭവിക്കുന്നത് നമ്മുടെ അല്ലെങ്കിൽ ഈ ലോകത്തിലുള്ള നമ്മുടെ ബന്ധങ്ങളിലെ ആ പരിമിതികൾ കൊണ്ടാണ്. നമുക്കറിയാം അത് അങ്ങനത്തെ കൂടെ കൂടെ ചെല്ലുമ്പോൾ അതൊക്കെ പ്രയാസമാകുന്നുള്ള കാര്യങ്ങളൊക്കെ അറിയുന്നുണ്ട്. അതുകൊണ്ട് ഇങ്ങനെ ആരെങ്കിലും ബുദ്ധിമുട്ടിക്കുന്നത് നമ്മൾ ബുദ്ധിപൂർവ്വം ഒഴിവാക്കാറുമുണ്ട്. അങ്ങനെ നമ്മുടെ വീട്ടിൽ വരുന്നത്, നമ്മൾ മറ്റുള്ളവരുടെ വീട്ടിൽ പോകുന്നതിനൊക്കെ നമ്മൾ ആ ലിമിറ്റേഷൻസ് ഒക്കെ വെക്കാറുണ്ട്. എന്നാൽ ദൈവവുമായിട്ടുള്ള ബന്ധത്തിൽ അങ്ങനെ അല്ല എന്നാണ് പുതിയ നിമിത്തത്തിൽ നാം കാണാൻ കഴിയുന്നത്. ഒരു ചെറിയ ശാഖ മുന്തിരിവള്ളിയോട് എപ്രകാരം ചേർന്നിരുന്ന് ഫലം കൊടുക്കുമോ അപ്രകാരം ദൈവഭക്തന്മാർ ദൈവത്തിൽ തന്നെ വസിക്കാനാണ് ദൈവം നമ്മളോട് ഓരോരുത്തരോടും ആവശ്യപ്പെടുന്നത്. അവിടെ ആ മുഷിച്ചിലിനോ അല്ലെങ്കിൽ അതിൽ ബന്ധത്തിന് വിള്ളൽ വരുത്തുന്നതോ ഒന്നുമില്ല. അന്നേരം ക്ഷീണിച്ച് മടുത്തു പോകാൻ ഒരു കാരണം ദൈവവുമായിട്ടുള്ള ബന്ധത്തിൽ വരുന്ന ആ കുറവാണ്, അതിലുള്ള ഇടിവാണ് എന്ന് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. പ്രിയരെ, നാം ദൈവത്തിലും ദൈവം നമ്മളിലും വസിക്കുന്ന അനുഭവം നമുക്ക് പ്രാപിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ നാം നമ്മുടെ വിശ്വാസ ജീവിതത്തിൽ ക്ഷീണിച്ച് മടുത്തു പോകും. തിരുവചനം അതാണ് നമ്മെ പ്രബോധിപ്പിക്കുന്നത്. അതുപോലെ തന്നെ മറ്റുള്ള അല്ലെങ്കിൽ നമുക്ക് ചുറ്റുമുള്ള ചില കാഴ്ചകൾ നമ്മെ നമ്മുടെ വിശ്വാസ ജീവിതത്തിൽ ക്ഷീണിപ്പിക്കാറുണ്ട്. നമ്മൾ പഴയ നിമിത്തത്തിൽ നോക്കുകയാണെങ്കിൽ 73-ാം സങ്കീർത്തനത്തിൽ ദുഷ്ടന്മാരുടെ സൗഖ്യവും അഹങ്കാരികളുടെ ഡമ്പും കണ്ട് മനസ്സ് മടുത്ത ഒരു ആസാഫിനെ നമുക്ക് അവിടെ കാണാൻ കഴിയുന്നുണ്ട്. ആസാഫ് ആ സങ്കീർത്തനത്തിൽ പറയുന്ന കാര്യങ്ങളൊന്നും ഞാനിവിടെ വിശദീകരിക്കുന്നില്ല. നമുക്കും അല്ലെങ്കിൽ നമ്മുടെ മുമ്പിലും ഇതുപോലെയുള്ള കാഴ്ചകൾ വരാം. എന്നാൽ സങ്കീർത്തനത്തിന്റെ അവസാനം അവർക്കും നമുക്കും മുമ്പിൽ വെച്ചിരിക്കുന്ന അന്തവും അതിന്റെ വ്യത്യാസവും തിരുവചനത്തിൽ നിന്ന് നാം കണ്ടെത്തുമ്പോൾ നമ്മുടെ മടുപ്പും പ്രയാസവും മാറും. ആസാഫ് ആ സങ്കീർത്തനത്തിന്റെ അവസാനത്തിൽ എങ്ങനെയാണ് അത് പ്രത്യാശയോടെ അവസാനിപ്പിച്ചെന്നുള്ളതൊക്കെ നമുക്കറിയാമല്ലോ. അത് നമ്മൾ ഒന്നുകൂടെ പോയി കണ്ടെത്തി അത് എങ്ങനെയാണ്, അല്ലെങ്കിൽ തിരുവചനത്തിന്റെ അടിസ്ഥാനത്തിൽ അവർക്കും നമുക്കും മുമ്പിൽ വെച്ചിരിക്കുന്ന ആ അന്തവും അല്ലെങ്കിൽ അതിന്റെ പ്രതിഫലവും ആ വ്യത്യാസങ്ങളും ഒക്കെ ഒന്ന് മനസ്സിലാക്കുമ്പോൾ നമ്മുടെ അതിനെക്കുറിച്ചുള്ള നമ്മുടെ മടുപ്പ് നമുക്ക് മാറാൻ കഴിയും. അത് തന്നെയാണ്. അതുപോലെ തന്നെയുള്ളൊരു മറ്റൊരു കാര്യമാണ് സമൃദ്ധിയുടെ സുവിശേഷം പ്രസംഗിക്കുന്നവരോടും അവരിൽ ആശ്രയിക്കുകയും ചെയ്യുന്നവരെയും നമുക്ക് കാണുമ്പോൾ നമുക്ക് സംഭവിക്കുന്നത്. കാരണം അവരെ നോക്കുമ്പോൾ എപ്പോഴും അവർക്ക് നന്മ പ്രസംഗിക്കുന്നു, അവർ പലർക്ക് നന്മ പ്രാപിക്കുന്നു, അവർ സന്തോഷത്തോടെ അഭിനയിക്കുന്നു,
അഭിനയിക്കുന്നതാണോ എന്തെന്ന് അറിയത്തില്ല. കാരണം നമ്മൾ വീഡിയോയിലൊക്കെ നമ്മൾ അങ്ങനെയാണ് കാണാറുള്ളത്. ആ രീതിയിലുള്ള വലിയ സംഭവങ്ങളും ഒച്ചപ്പാടുകളും ഒക്കെ ആയിട്ട് അവർ മുന്നോട്ട് പോകുന്നുണ്ട്. എന്നാൽ ധനവാന്റെയും ലാസറിന്റെയും ഉപമ ഈ കാലത്തെ സമൃദ്ധി പ്രചാരകർക്കുള്ള ഒരു വലിയ മുന്നറിയിപ്പ് തന്നെയാണ്. അതിന്റെ അവസാനത്തിലേക്കൊക്കെ നോക്കുമ്പോൾ ഞാനത് അങ്ങനെ തന്നെ ചിന്തിക്കുന്നു. ഈ കാലഘട്ടത്തിലുള്ള ഈ പ്രോസ്പെരിറ്റി പ്രീച്ചേഴ്സിന് തന്നെ വെച്ചിരിക്കുന്ന ഒരു ഉപമയായിട്ട് തന്നെ ഞാൻ കരുതുന്നു. പ്രിയമുള്ളവരെ, ഇതൊക്കെ നമ്മെ ക്ഷീണിപ്പിക്കുന്ന കാരണങ്ങളാണ്. എന്നാൽ ഈ വാക്യത്തിൽ, നമ്മുടെ കുറുവാക്യത്തിൽ നമ്മൾ വായിച്ചിരിക്കുന്ന ഒരു കാര്യം, പാപികളാൽ തനിക്ക് നേരിട്ട ഇങ്ങനെയുള്ള വിരോധം സഹിച്ചവനെ ധ്യാനിച്ചോളൂ. നമുക്കുള്ള ഉപദേശം അതാണ്, നമ്മോടുള്ള ആഹ്വാനം അതാണ്. പഴയ നിയമത്തിൽ അല്ലെങ്കിൽ പുതിയ നിയമത്തിൽ കർത്താവിന്റെ കാലഘട്ടത്തിലേക്ക് പോവുകയാണെങ്കിൽ അപ്പോസ്തലന്മാർക്കും അതുപോലെ കർത്താവിന്റെ കൂടെ ഉണ്ടായിരുന്ന മറ്റു ശിഷ്യന്മാർക്കും കർത്താവായ യേശുക്രിസ്തുവിനെ മനസ്സിലായതുപോലെ അല്ലെങ്കിൽ വെളിപ്പെട്ടതുപോലെ അന്നുണ്ടായിരുന്ന മതമേലധ്യക്ഷന്മാർക്കോ പുരോഹിതന്മാർക്കോ മറ്റു പ്രമാണികൾക്കോ അതുപോലെയുള്ളായിരുന്ന മറ്റ് സാമാന്യ ജനത്തിനും മനസ്സിലായില്ല എന്നുള്ളത് നമ്മൾ സുവിശേഷത്തിനെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട്. അങ്ങനെ അവർക്ക് അല്ലെങ്കിൽ കർത്താവിന്റെ ആ ദൈവത്വമോ അല്ലെങ്കിൽ കർത്താവിന്റെ ഉദ്ദേശമോ അതൊന്നും അവർക്ക് വെളിപ്പെടാത്തത് കൊണ്ട്, അതൊന്നും അവർ ഗ്രഹിക്കാത്തത് കൊണ്ട് യേശുക്രിസ്തുവിനോടുള്ള അവരുടെ സമീപനങ്ങളെല്ലാം തന്നെ വ്യത്യസ്തമായിരുന്നു. ചില സന്ദർഭങ്ങളിൽ കഴിക്കുവാൻ അപ്പം ലഭിച്ചതിനാലും അതുപോലെ തന്നെ വിവിധ അത്ഭുത പ്രവർത്തികൾ കാണാൻ കഴിയുന്നതിനാലും സാമാന്യ ജനത്തിന് കുറച്ച് സമയത്തേക്ക് അവനൊരു മാന്ത്രികനായിരുന്നു. കർത്താവ് യേശുക്രിസ്തു ഒരു മാന്ത്രികനായിരുന്നു. അപ്പം വിശപ്പിനെ ദൂരീകരിക്കുവാനും അതുപോലെ അത്ഭുത പ്രവർത്തികൾ ചെയ്യുന്ന അല്ലെങ്കിൽ രോഗികളെ സൗഖ്യമാക്കുന്ന ഇതൊക്കെ കാണുവാൻ വേണ്ടി ആ നിലയിൽ കർത്താവ് യേശുക്രിസ്തുവിനെ ഒരു മാന്ത്രികനായി സാമാന്യ ജനം കണ്ടിരുന്നു. അവരെ സംബന്ധിച്ച് ചില നേട്ടങ്ങൾ മാത്രമേ കർത്താവിൽ നിന്ന് അവർക്ക് ഉണ്ടായിട്ടുള്ളൂ. കാരണം കുറെ നേരത്തേക്ക് ഈ അത്ഭുത പ്രവർത്തികൾ കാണാൻ കഴിയുന്നുണ്ട്, അവന്റെ വാക്കുകൾ കേൾക്കാൻ കഴിയുന്നുണ്ട്, ചില സന്ദർഭങ്ങൾ ഭക്ഷണം ലഭിക്കുന്നുണ്ട്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അവർക്ക് കണ്ടതുണ്ട്. അതൊരു നേട്ടം മാത്രമേ അവർക്ക് ഉണ്ടായിരുന്നുള്ളൂ. ദോഷമായിട്ട് അവർക്ക് ഒന്നും സംഭവിച്ചില്ല. കൂടാതെ അവർക്ക് റോമാ സാമ്രാജ്യത്തിൽ നിന്ന് സ്വാതന്ത്ര്യം നേടിക്കൊടുക്കുവാൻ സാധ്യതയുള്ള ഒരു നേതാവായും യേശു കർത്താവിനെ സാമാന്യ ജനം അന്ന് കണ്ടിരുന്നു. അവർ ആ നിലയിലായിരുന്നു കണ്ടിരുന്നത്. പഴയ തിരുവെഴുത്തുകളിൽ നിന്നും സ്വന്തം നാമത്തിലും യേശു കർത്താവ് പറഞ്ഞ പല കാര്യങ്ങളുടെ അടിസ്ഥാനത്തിൽ കർത്താവിനെ ഒരു പ്രവാചകനായും അവർ കരുതിയിരുന്നു. പലരും ആ നിലയിലൊക്കെ കർത്താവിനെ പുകഴ്ത്തുന്ന കാണാൻ കഴിയുന്നുണ്ട്. അല്ലെങ്കിൽ ഒരു പ്രവാചകൻ എന്ന നിലയിലും കർത്താവിനെ അവർ മനസ്സിലാക്കിയിരുന്നു. എന്നാൽ അന്നത്തെ ആത്മീയതയുടെ പ്രതിനിധികളായി കരുതി പോന്നിരുന്ന പരീശന്മാർക്ക് കർത്താവിന്റെ രംഗപ്രവേശം അത്ര നന്നായി തോന്നിയില്ല. നമുക്കത് വളരെ അറിയാം. അതിനെക്കുറിച്ച് ഒത്തിരി പ്രഭാഷണങ്ങളും ഒത്തിരി കാര്യങ്ങൾ വായിക്കുകയും ഒക്കെ നമ്മൾ ചെയ്തിട്ടുണ്ടല്ലോ. പരീശന്മാർ കുറിച്ച് പറയുമ്പോൾ അവർ തങ്ങളുടെ ജീവിതത്തിൽ ആചരിക്കുന്നുണ്ട്, അനുസരിക്കുന്നുണ്ട് എന്ന ഭാവത്തിൽ മറ്റുള്ളവരെ മതചടങ്ങുകൾക്ക് നിർബന്ധിക്കുന്നവനെ അല്ലെങ്കിൽ മറ്റുള്ളവരെയും അവർ ആചരിക്കുന്നതിനെ അനുചരിക്കാൻ നിർബന്ധിക്കുന്നതിനെ കർത്താവ് ശാസിച്ചത് തിരുവചനത്തിൽ നമുക്ക് കാണാൻ കഴിയുന്നുണ്ടല്ലോ. ഞാനതിൽ എനിക്ക് രസകരമായി തോന്നിയ ഒരു കാര്യം, ഫാരിസി എന്നുള്ള അതിന്റെ ഡിക്ഷണറി മീനിങ് നമ്മൾ നോക്കുക, അല്ലെങ്കിൽ മലയാള അർത്ഥത്തിലേക്ക് നോക്കുമ്പോൾ ആചാരക്കള്ളൻ എന്നുള്ള, എനിക്ക് ഒത്തിരി കൗതുകം തോന്നി ആ ഒരു പദത്തിന്റെ അർത്ഥം തന്നെ, ആചാരക്കള്ളൻ എന്നുള്ളത്. കപട വ്യക്തിയിൽ നിന്നൊക്കെയുള്ള അർത്ഥങ്ങളൊക്കെ ഉണ്ടെങ്കിൽ പോലും ഈ ഒരു വാക്ക് അങ്ങനെ കണ്ടപ്പോൾ അല്പം കൗതുകം തോന്നി. അവരുടെ കാര്യം നോക്കുമ്പോൾ, മുന്നോട്ട് പോകുമ്പോൾ ആ പരീക്ഷന്മാരുടെ ഇടപെടലിലൊക്കെ നോക്കുമ്പോൾ ശബത്ത് പോലെയുള്ള സന്ദർഭങ്ങളിൽ കർത്താവായ യേശുക്രിസ്തു രോഗികളെ സൗഖ്യമാക്കിയത് അവർക്ക് വളരെ പ്രയാസമായി മാറി. അവർക്കത് അംഗീകരിക്കാൻ കഴിയത്തില്ലാത്ത അനുഭവങ്ങളൊക്കെ ആയിട്ട് മാറിയത് നമ്മൾ കണ്ടിട്ടുണ്ടല്ലോ. അതുപോലെ തന്നെ ചുങ്കക്കാരുടെയും പാപികളുടെയും അടുത്തേക്ക് കർത്താവ് ചെന്നത് അവർക്ക് സഹിക്കാൻ കഴിഞ്ഞില്ല. അതിന്റെ ഒക്കെ പേരിൽ അവർ കർത്താവിനെ കഴിയുന്നിടത്തൊക്കെ എതിർത്തതായിട്ട് നമുക്ക് കാണാം. എല്ലാത്തിലും എന്തെങ്കിലും ഒരു കുറ്റം കണ്ടെത്താനായി അവർ യേശുവിനെ എപ്പോഴും അനുഗമിച്ചു. ഈ കാലഘട്ടത്തിലും അങ്ങനെയുണ്ട്. ചിലർ കുറ്റം കണ്ടെത്താനായി തന്നെ അനുഗമിക്കുന്നവരുണ്ട്. കൂടെ നടന്നുകൊണ്ട് കുറ്റം കണ്ടെത്തി അതിനെ അല്ലെങ്കിൽ ആ നിലയിൽ കാണുവാനായിട്ട് ഒപ്പം നടക്കുന്ന അനേകരെയും നമ്മൾ കാണാൻ കഴിയുന്നുണ്ട്. ഇവിടെ ന്യായപ്രമാണത്തിൽ നിന്നും അവർക്ക് അനുകൂലമെന്ന് അവർ വിചാരിച്ചിരുന്ന വിഷയങ്ങളിൽ നിന്ന് കുടുക്ക് ചോദ്യങ്ങൾ യേശു കർത്താവിനോട് ചോദിച്ചുകൊണ്ടേയിരുന്നു. ആ ഭാഗങ്ങളൊന്നും ഞാൻ കൂടുതൽ വിശദീകരിക്കാതെ നമുക്ക് പെട്ടെന്ന് മനസ്സിലാവുന്നുണ്ട്. ഞാൻ മുന്നോട്ട് പോകട്ടെ. ഇന്നും ക്രിസ്തു വിശ്വാസത്തെ ചോദ്യം ചെയ്യുന്നവർ നമ്മുടെ ചുറ്റിലും വ്യത്യസ്ത മതങ്ങളിൽപ്പെട്ടവർ, ഇനി അതല്ല വ്യത്യസ്ത സമുദായങ്ങളിൽപ്പെട്ടവർ, അതൊക്കെ ചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ട് നമ്മുടെ അടുത്തൊക്കെ വരാറുണ്ടല്ലോ. അന്നേരം അങ്ങനെ ക്രിസ്തു വിശ്വാസത്തെ ചോദ്യം ചെയ്യുന്നവർ തർജ്ജമകളിൽ നിന്നും വ്യക്തമാകാത്ത ചില വിഷയങ്ങൾ, അല്ലെങ്കിൽ ചില ട്രാൻസ്ലേഷനുകളിലുള്ള അല്ലെങ്കിൽ ചില അവ്യക്തം എന്ന് തോന്നിപ്പോകുന്ന ചില ഭാഗങ്ങളൊക്കെ തുടരെ ചോദിച്ചുകൊണ്ട് പുറകെ നടക്കുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. പലരുടെയും പുറകെ, അല്ലെങ്കിൽ പല അപ്പോളജറ്റിക്സിന്റെ പുറകെ, അല്ലെങ്കിൽ അങ്ങനെയുള്ള ആൾക്കാരുടെ ഒക്കെ പുറകെ, വിശ്വാസം നിലനിൽക്കുന്ന ആൾക്കാരുടെ ഒക്കെ പുറകെ
ഇങ്ങനെയുള്ള ചോദ്യങ്ങളുമായിട്ട് പുറകെ പോകുന്നവർ പലരെയും നമ്മൾ കണ്ടിട്ടുണ്ട്. മറുപടി കൊടുത്താലും മറുപടി ലഭിച്ചാലും അത് മറുപടി അല്ല എന്ന് പറഞ്ഞ് വീണ്ടും വീണ്ടും അതേ ചോദ്യങ്ങൾ ആവർത്തിച്ചുകൊണ്ടേ അവർ ഇരിക്കുന്നത് കാണാം. അവർ പിന്നെയും അത് തന്നെ ചോദിക്കും. അതിന്റെ ഉത്തരവൊക്കെ എത്ര കൃത്യമായി പറഞ്ഞു കൊടുത്താലും അതിനെ മനസ്സിലാക്കാത്തതുപോലെ അതുപോലെ തന്നെയായിരുന്നു പരീക്ഷന്മാർ ചെയ്തുകൊണ്ടിരുന്നത് എന്ന് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. കൂടാതെ പഴയ നിയമ തിരുവെഴുത്തിൽ നിന്ന് വ്യത്യസ്തമായ എന്തെങ്കിലും യേശു ചെയ്യുന്നുണ്ടോ എന്ന് പരീക്ഷന്മാർ എപ്പോഴും പരിശോധിച്ചും കൊണ്ടിരുന്നു. അവർ ആ നിലയിലൊക്കെയായിരുന്നു യേശു കർത്താവിന്റെ ചുറ്റും നടന്നിരുന്നത്. യേശു കർത്താവിനെ ഒരു വിധത്തിൽ അനുഗമിക്കുകയാണ് അവർ ചെയ്തത്. എന്നാൽ അവർ അനുഗമിച്ചത് ഈ ഒരു കാര്യങ്ങൾക്കൊക്കെ വേണ്ടിയാണെന്ന് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. എന്നിരുന്നാലും ഇങ്ങനെയൊക്കെ കർത്താവിന്റെ പുറകെ നടന്ന് ശല്യപ്പെടുത്തുകയും ചോദിച്ച് ബുദ്ധിമുട്ടുകയും പരീക്ഷണങ്ങൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നതോ അല്ലെങ്കിൽ ഈ വിധ പരീക്ഷകളൊക്കെ ഒരു വിധത്തിൽ കർത്താവിനെ ലോകത്തിന്റെ മുന്നിൽ അല്ലെങ്കിൽ കർത്താവിന്റെ പർപ്പസ് എന്താണെന്നുള്ളത് അവൻ തെരഞ്ഞെടുക്കപ്പെട്ടവരുടെ മുന്നിൽ വെളിപ്പെടുത്തുവാൻ ഒന്നുകൂടി ഉപകരിച്ചു എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ്. അവരുടെ അല്ലെങ്കിൽ ആ പരീക്ഷന്മാരുടെ ആ നിർജീവ പ്രവർത്തികളിലെ അനാത്മികതയെ യേശുക്രിസ്തു വിവരിച്ചപ്പോൾ ദൈവം മനുഷ്യനിൽ നിന്ന് യഥാർത്ഥത്തിൽ ആവശ്യപ്പെടുന്നത് എന്തെന്ന് കൂടുതൽ കൃത്യമായിട്ട് അവൻ വിളിക്കാനുള്ളവർക്കും തെരഞ്ഞെടുക്കപ്പെട്ടവർക്കും ഒക്കെ കൂടുതൽ വെളിപ്പെട്ടു വരികയായിരുന്നു ഈ കാര്യങ്ങളിലൂടെ ഒക്കെ സംഭവിച്ചു വന്നത് എന്ന് തിരുവചനം മുന്നോട്ട് പോകുമ്പോൾ നമുക്ക് കാണാൻ കഴിയുമല്ലോ, അല്ലെങ്കിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുമല്ലോ. ഇനി പിന്നീട് മറ്റൊരു കൂട്ടം ദേവാലയത്തിലെ അധികാരികളായ പുരോഹിതന്മാരാണ്. അവർക്ക് യേശുക്രിസ്തു തങ്ങളുടെ അധികാരത്തെ ചോദ്യം ചെയ്യുന്ന ഒരു നിഷേധിയായിരുന്നു, അല്ലെങ്കിൽ ഒരു റിബൽ ആയിരുന്നു എന്ന് കാണാൻ കഴിയുന്നുണ്ട്. ദേവാലയത്തിൽ വിൽക്കുന്നവരെയും വാങ്ങുന്നവരെയും ഒക്കെ അവിടെ നിന്നും പുറത്താക്കിയതിലൂടെ അവരുടെ രഹസ്യമായിട്ടുള്ള ആ ധനസമ്പാദനം അവർ നഷ്ടമായത് അവരെ ഒത്തിരി വേദനിപ്പിക്കുകയും അല്ലെങ്കിൽ അവർ ഒത്തിരി പ്രയാസം ഉളവാക്കുന്നത് ആ കാര്യങ്ങളൊക്കെ വേദപുസ്തകത്തിൽ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. ആത്മീയതയുടെയും ഭൗതികതയുടെയും പേരിൽ ജനത്തെ പേടിപ്പിച്ച് തങ്ങളുടെ വിധേയരാക്കി നിർത്തി സമൂഹത്തിൽ നിലയുറപ്പിച്ചു നിന്ന പുരോഹിതന്മാർ. ഞാൻ അങ്ങനെ പറയാൻ കാരണം വലിയൊരു കൂട്ടം അല്ലെങ്കിൽ മത സംവിധാനങ്ങളിലൊക്കെ നമുക്ക് കാണാൻ കഴിയുന്നത് അവരുടെ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കാര്യത്തിൽ പറഞ്ഞ അവരുടെ സമ്പത്ത് നഷ്ടപ്പെടുമെന്നുള്ളതോ പ്രോസ്പെരിറ്റി പ്രിജേഴ്സ് മിക്കവാറും ചെയ്യുന്നത് അങ്ങനെയാണ്. അല്ലെങ്കിൽ മറ്റൊരു പറയുന്നത് വേറെ തരത്തിൽ നിത്യ നരകം എന്നുള്ള പരിധിയിൽ അതിനൊക്കെ പറയുന്ന വിധങ്ങളൊക്കെ ഉണ്ട്. പക്ഷെ എങ്കിൽ പോലും അതിനെയൊക്കെ ഭീഷണിപ്പെടുത്തിയിട്ട് അവരുടെ പരിധിക്ക് അവരുടെ ഇഷ്ടത്തിനനുസരിച്ച് നിർത്തുന്ന അടിമകളാക്കി നിർത്തുന്ന വലിയൊരു മത നേതൃത്വം നമുക്ക് ചുറ്റും എപ്പോഴും നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. ഇങ്ങനെ ആത്മീയതയുടെയും ഭൗതികതയുടെ ഒക്കെ പേരിൽ ജനത്തെ പേടിപ്പിച്ച് തങ്ങളുടേതായ അല്ലെങ്കിൽ ആ വിധേയത്തിൽ നിർത്തി സമൂഹത്തിൽ നിലയുറപ്പിച്ചു പോകുന്ന ആ പുരോഹിതന്മാർക്ക് അങ്ങനെ ഉണ്ടായിരുന്ന സ്ഥാനങ്ങൾ നഷ്ടപ്പെടുന്നത് അവർക്ക് ഒരു വിധത്തിലും സഹിക്കാൻ കഴിഞ്ഞില്ല. അവർ സാധാരണ ജനങ്ങളോട് യേശുവിന്റെ അടുക്കൽ അല്ലെങ്കിൽ യേശുവിന്റെ അടുക്കൽ ചെല്ലുന്നത് അവരെ തടയുകയും അവരുടെ വാക്കുകൾ കേൾക്കാതിരിക്കാനായി നിർബന്ധിക്കുകയും ചെയ്യും. നമുക്കൊക്കെ ഈ കാലഘട്ടത്തിൽ വളരെ പെട്ടെന്ന് മനസ്സിലാക്കുന്ന കാര്യങ്ങളൊക്കെ തന്നെയാണല്ലോ. വിവിധ സമുദായത്തിൽ നിന്നൊക്കെ രക്ഷിക്കപ്പെട്ടു വരുന്ന നമുക്കൊക്കെ അത് അനുഭവിക്കപ്പെടുകയൊക്കെ അല്ലെങ്കിൽ അനുഭവിക്കുകയൊക്കെ ചെയ്തവരാണല്ലോ. പ്രിയമുള്ളവരെ, ഇങ്ങനെയൊക്കെയുള്ള സാഹചര്യങ്ങൾ ഇതൊക്കെ ഉണ്ടായിരുന്നിട്ടും കർത്താവായ യേശുക്രിസ്തുവിൽ വിശ്വസിച്ച് രക്ഷിക്കപ്പെട്ട ഒരു കൂട്ടത്തിനോട് അല്ലെങ്കിൽ ആ കർത്താവിന്റെ അപ്പോസ്തലന്മാർ പറഞ്ഞ് അവർ വിശ്വസിച്ച അല്ലെങ്കിൽ കർത്താവിന് ശേഷം ഏകദേശം AD 60 അല്ലെ 70 ആ കാലഘട്ടത്തിൽ അങ്ങനെ രക്ഷിക്കപ്പെട്ടു വന്ന ഇത്രയും പ്രതിസന്ധികൾ, പരീക്ഷന്മാരുടെ എതിർപ്പുകൾ ഉണ്ടായിരുന്നു, പുരോഹിതന്മാരുടെ എതിർപ്പുകൾ ഉണ്ടായിരുന്നു, പ്രമാണിമാരുടെ എതിർപ്പുകളൊക്കെ ഉണ്ടായിരുന്നു. അവരെല്ലാം തടഞ്ഞുണ്ടായിരുന്നു. എങ്കിലും അതിന്റെ ഒക്കെ മധ്യേ കർത്താവിന്റെ വിളിയും തെരഞ്ഞെടുപ്പും അതിനെ മനസ്സിലാക്കി ആ വെളിപ്പെടുത്തലുകളെ അംഗീകരിച്ചുകൊണ്ട് കർത്താവിൽ വിശ്വസിച്ച് രക്ഷിക്കപ്പെട്ട ഒരു കൂട്ടത്തിനോടാണ് നിങ്ങളുടെ ഉള്ളിൽ ക്ഷീണിച്ച് മടുക്കരുതെന്ന് അപ്പോസ്തലനായ പൗലോസ് ഇവിടെ പ്രബോധിപ്പിക്കുന്നത്. ഞാൻ മുമ്പ് പറഞ്ഞു, എബ്രായ ലേഖനത്തിന്റെ വായനക്കാർ വളരെ പ്രയാസമേറിയ അനുഭവങ്ങളിലൂടെ കടന്നു പോകുന്നവരായിരുന്നു എന്നുള്ളത് നമ്മൾ വളരെ വിശദമായി തന്നെ അത് പഠിച്ചിട്ടുണ്ട്. അതായത് യഹൂദന്മാരുടെ കൂട്ടത്തിൽ നിന്ന് രക്ഷിക്കപ്പെട്ട ഈ യഹൂദ ക്രിസ്ത്യാനികൾക്ക് ഒരു തിരഞ്ഞെടുപ്പ് നടത്തേണ്ട സന്ദർഭം വന്നതായിട്ട് നമ്മൾ അത് മുമ്പ് ചിന്തിച്ചിട്ടുണ്ട്. അതായത് അവർക്ക് യഹൂദ മതത്തെ തുടർന്നുകൊണ്ട് ഒരു ക്രിസ്ത്യാനിയായി ജീവിക്കാൻ കഴിഞ്ഞില്ല. അതിനാൽ ഏത് വഴിയാണെന്ന് പോകേണ്ടതെന്ന് അവർ തീരുമാനിക്കണം. കാരണം അവർ പിന്നീട് ഒരു ഒന്നുകിൽ യഹൂദ മതത്തിലേക്ക് മടങ്ങി പോകണം, അല്ലെങ്കിൽ ക്രിസ്ത്യാനിയായിട്ട് അല്ലെങ്കിൽ ആ തീരുമാനത്തിൽ ഉറച്ചുകൊണ്ട് മുന്നോട്ട് പോകണം, വിശ്വാസത്താൽ മുന്നോട്ട് പോകണം. ആ നിലയിലായിരുന്നു അവർക്ക് മുമ്പിലുണ്ടായിരുന്ന തിരഞ്ഞെടുപ്പ്. എന്നാൽ പഴയതിലേക്ക് മടങ്ങുക, ക്രിസ്ത്യാനികളെ തുടരുക എന്നുള്ള ഈ രണ്ട് ഓപ്ഷനുകളിൽ ക്രിസ്ത്യാനികളെ തുടരുന്നതിനെ അന്നത്തെ രാജാവും ഭരണവും ഒക്കെ എതിർത്തിരുന്നു എന്നുള്ള കാര്യം നമ്മൾ കണ്ടതാണ്. അതുപോലെ യഹൂദന്മാർ അനുവദിക്കാത്തതുകൊണ്ട് അവർക്ക് മടങ്ങി ദേവാലയത്തിലേക്ക് പോകാനും കഴിഞ്ഞിരുന്നില്ല. ഈ പ്രതിസന്ധിയുടെ ഒക്കെ മധ്യേ, ഇങ്ങനെയുള്ള പ്രയാസങ്ങളുടെ ഒക്കെ മധ്യേ യേശുവിൽ വിശ്വസിക്കുന്നത് തുടരുന്നതാണ് ശരിയായ തിരഞ്ഞെടുപ്പ് എന്ന് ഈ എബ്രായ ലേഖനകാരൻ തന്റെ ഈ ആദ്യ വായനക്കാരെ ഒക്കെ ആ ആദ്യ അധ്യായങ്ങളിലൂടെ അല്ലെങ്കിൽ 11 വരെയുള്ള അധ്യായങ്ങളിലൂടെ അവിടെ വെളിപ്പെടുത്തി നമുക്ക് പഠിച്ചതാണല്ലോ. അതിൽ 1-2 കാര്യങ്ങൾ മാത്രം പറഞ്ഞിട്ട് ഞാൻ മുന്നോട്ട് വരട്ടെ. അതിൽ
പ്രധാനമായും പറയാൻ ആഗ്രഹിച്ച, അല്ലെങ്കിൽ പ്രധാനമായും ഈ എബ്രായ ക്രിസ്ത്യാനികളെ ഈ ലേഖനകാരൻ അല്ലെങ്കിൽ എഴുത്തുകാരൻ വെളിപ്പെടുത്തുന്നത് ദൈവപുത്രനായ യേശു എല്ലാറ്റിലും വലിയവൻ തന്നെയാണെന്നുള്ളതാണ്. അതായത് ഈ ദൈവപുത്രനായ യേശു ക്രിസ്തുവിന്റെ മഹത്വം വിവരണാതീതമാണ്. ഒരു വിധത്തിലും വിവരിക്കാൻ കഴിയാത്തത്ര മഹത്വമുള്ള യേശു ക്രിസ്തുവിനെ ആദ്യ അധ്യായങ്ങളിൽ നമ്മൾ വെളിപ്പെടുത്തുന്നുണ്ട്. കർത്താവായ യേശു ക്രിസ്തു ഭൂമിയിൽ പരിചയപ്പെടുത്തിയ, നമുക്കറിയാം പല ദൂതന്മാരുടെ പേരുകൾ വേദപുസ്തകത്തിലൂടെ നമുക്കറിയാം, അതുപോലെ പല പുസ്തകങ്ങളിലൂടെ അതിനെക്കുറിച്ചുള്ള അറിവുകളൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്. അതിന് അങ്ങനെ പരിചയപ്പെടുത്തിയ ആ പുസ്തകങ്ങൾ അല്ലെങ്കിൽ ആ ദൂതന്മാരെക്കാൾ ഒക്കെ അവരെക്കാളൊക്കെ ശ്രേഷ്ഠനായ ഒരു വ്യക്തിയാണ് കർത്താവായ യേശു ക്രിസ്തു എന്ന് ഈ എബ്രായ ലേഖന എഴുത്തുകാരൻ ബോധ്യപ്പെടുത്തുന്നുണ്ട്. പിന്നീട് പറയാണ്, അവർ നേതാക്കന്മാരായി കണ്ടത്, ഗ്രേറ്റ് ലീഡേഴ്സ് ആയി കണ്ടത് മോശയെക്കാളും യോശുവയെക്കാളും ശ്രേഷ്ഠനായ ഒരു വ്യക്തിയാണ് കർത്താവായ യേശു ക്രിസ്തു എന്ന് പറയുന്നുണ്ട്. അടുത്ത് കർത്താവായ യേശു ക്രിസ്തു ശ്രേഷ്ഠ മഹാപുരോഹിതൻ, അതായത് മൽക്കിസേദെക്കിന്റെ ക്രമപ്രകാരമുള്ള ആ മഹാപുരോഹിതനായ യേശു കർത്താവ് ആദ്യത്തെ മഹാപുരോഹിതനായ അഹ്റോനെക്കാളും, അഹ്റോന്റെ ഏത് ശ്രേഷ്ഠനായ അല്ലെങ്കിൽ പിൻതലമുറയിൽപ്പെട്ട എത്ര ശ്രേഷ്ഠനായ ഏത് മഹാപുരോഹിതനേക്കാളും ശ്രേഷ്ഠനായ ഒരു വ്യക്തിയാണെന്ന് തുടർന്ന് എബ്രായ ലേഖനത്തിൽ വെളിപ്പെടുത്തുന്നുണ്ട്. പിന്നീട് അടുത്ത കാര്യം വെളിപ്പെടുത്തുന്നത് യേശുവാണ് ഏക മധ്യസ്ഥൻ എന്ന് ബേബിച്ചാൻ പാട്ട് പാടിയപ്പോൾ ആ കാര്യം പറഞ്ഞത് ഞാൻ ഓർക്കുന്നു. പഴയ നിയമത്തിൽ ഇസ്രായേലിൽ മധ്യസ്ഥതയ്ക്കായി പുരോഹിതന്മാരിലും പ്രവാചകന്മാരിലും ഒക്കെ ആശ്രയിച്ചിരുന്നു. എന്നാൽ അതിനെല്ലാം നീക്കം ചെയ്തിട്ട് പിതാവിന്റെ സന്നിധിയിലേക്ക് പുത്രൻ മുഖാന്തരം നമുക്ക് ഓരോരുത്തർക്കും പ്രവേശനം ലഭിക്കേണ്ടതിന് അവൻ നമുക്ക് വേണ്ടി മധ്യസ്ഥത ചെയ്യുന്നവനാണെന്ന് ഈ എബ്രായ ലേഖനം വെളിപ്പെടുത്തുന്നുണ്ട്. അതായത് യേശു ക്രിസ്തുവിലൂടെ അല്ലാതെ വേറൊരു മധ്യസ്ഥതയും ദൈവം അംഗീകരിക്കില്ല എന്ന് വളരെ അസന്നിഗ്ധമായി തന്നെ ഈ എബ്രായ ലേഖനത്തിന്റെ ആദ്യ അധ്യായങ്ങളിൽ അവിടെ പിന്നീട് നമ്മൾ ശ്രേഷ്ഠ പറയും വിശ്വാസത്തിന്റെയും പ്രത്യാശയുടെയും വഴി 11-ാം അധ്യായത്തിലുള്ള വിശ്വാസ ജീവിതത്തിലൂടെ അല്ലെങ്കിൽ വിശ്വാസ വീരന്മാരുടെ ജീവിതത്തിലൂടെ ഒക്കെ നമുക്ക് കാണിച്ചു തരുന്നത് അതാണ് ജീവിക്കുവാനുള്ള ഒരു ശരിയായ വഴി, അല്ലെങ്കിൽ സ്നേഹത്തിന്റെയും ദൈവം ആഗ്രഹിക്കുന്നതും അല്ലെങ്കിൽ അത് ചെയ്യുവാനുള്ള ഒരു വഴി എന്നൊക്കെ കാണിച്ചു തരുന്നത് ഈ 11-ാം അധ്യായത്തിൽ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. അതൊരു ശ്രേഷ്ഠ വഴി എന്ന നിലയിലും കർത്താവായ യേശു ക്രിസ്തുവിനെ ഇവിടെ കാണിച്ചു തരുന്നുണ്ട്. ഇപ്രകാരം എല്ലാ മഹത്വത്തിനും യോഗ്യനായ കർത്താവ് ഈ ഭൂമിയിൽ വന്ന് പാപികളിൽ നിന്നും വിവിധ നിലയിലുള്ള വിരോധങ്ങൾ സഹിച്ചവനാണ് എന്നാണ് നമ്മൾ വായിച്ച കുറിവാക്യത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്. പ്രിയമുള്ളവരെ, മതമേലധ്യക്ഷന്മാരെയും പരീക്ഷന്മാരുടെ കാര്യങ്ങളൊക്കെ നമ്മൾ ചിന്തിച്ചല്ലോ. അവരുടെയൊക്കെ നിർബന്ധത്താൽ സാധാരണ ജനങ്ങളും അവനെ എതിർക്കുന്നത് നമുക്ക് സുവിശേഷങ്ങളിൽ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. പലപ്പോഴും നമ്മുടെയൊക്കെ ഉള്ളിൽ വരുന്ന ഒരു ചിന്ത, കുറെയൊക്കെ നീതിക്ക് വേണ്ടി, അത് കുറെയൊക്കെ ഞാൻ പറയാൻ കാരണം പൂർണ്ണ നീതി നമുക്ക് സാധ്യമല്ല. പലപ്പോഴും ഒക്കെ നമ്മുടെ മനസാക്ഷിയിലും തിരുവചനത്തിന്റെ അടിസ്ഥാനത്തിലൊക്കെ നാം നീതിയിൽ ചില കാര്യങ്ങളൊക്കെ പറയുമ്പോൾ ആത്മീയ നേതാക്കൾ എന്ന് പറയപ്പെട്ടവരൊക്കെ പലരെയും നമ്മളെ എതിർക്കുന്നതൊക്കെ നമ്മുടെ ജീവിതത്തിൽ അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അങ്ങനെ എതിർത്താലും സാമാന്യ ജനങ്ങളൊക്കെ നമ്മുടെ കൂടെ കാണും, അവരൊക്കെ നമ്മെ സഹായിക്കും, അവർ നമ്മളെ വിശ്വസിക്കുമെന്നൊക്കെ ചിലപ്പോഴൊക്കെ നമ്മൾ ചിന്തിക്കാറുണ്ട്. പക്ഷെ അങ്ങനെ ഒരിക്കലും സംഭവിക്കില്ല. കാരണം അവരിൽ വലിയ പങ്കും അധികാരികളുടെ ഭീഷണിയിലും നിർബന്ധത്തിലൊക്കെ വഴങ്ങുന്നവരാണ്. കർത്താവിന്റെ കാലത്തും അത് തന്നെയാണ് സംഭവിച്ചത്. അത് സെക്യുലർ ഭരണത്തിൽ നമുക്ക് അങ്ങനെയാണെന്നറിയാം. പക്ഷേ നമ്മൾ ചുറ്റും നോക്കുകയാണെങ്കിൽ നമുക്ക് ചുറ്റുമുള്ള എല്ലാ മതങ്ങളിലെ ഭരണങ്ങളൊക്കെ അങ്ങനെ തന്നെയാണ് നടക്കുന്നത് എന്ന് നമുക്കറിയാം. പല സഭാ സംവിധാനങ്ങളിലൊക്കെ അങ്ങനെ തന്നെയാണ് നടക്കുന്നതെന്ന് നമുക്ക് നോക്കിയാൽ നമുക്കത് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട്. പ്രിയമുള്ളവരെ, ഇവിടെ ഈ പറഞ്ഞ പരീക്ഷന്മാരാകട്ടെ, മതമേലധ്യക്ഷന്മാരാകട്ടെ, സാമാന്യ ജനങ്ങളാകട്ടെ, ഇവരെല്ലാം കർത്താവിന്റെ വ്യക്തിത്വത്തിനെതിരായി സംസാരിച്ചത് നമുക്ക് സുവിശേഷങ്ങൾ കാണാൻ കഴിയുന്നുണ്ട്. അവർ അവന്റെ ദൈവത്വത്തെ നിഷേധിക്കുന്നത് കാണാൻ കഴിയുന്നുണ്ട്. അവനിൽ ഭൂതമുണ്ടെന്ന് അവർ ആരോപിക്കുന്നുണ്ട്. മനുഷ്യ രക്ഷയോടുള്ള ബന്ധത്തിൽ നമുക്ക് വെളിപ്പെടുത്തി തന്ന ഒരു വലിയ പദവിയാണ് കർത്താവായ യേശു ക്രിസ്തുവിന്റെ പുത്രത്വം. അത് നമ്മുടെ രക്ഷയോട് ബന്ധപ്പെട്ട് നിൽക്കുന്ന ഒന്നാണ്. അതിനെതിരായും അവർ സംസാരിച്ചു. അത് ഇന്നും തുടരുന്നു എന്ന് നമുക്കറിയാമല്ലോ. ഇന്നും പുത്രനെ എതിർക്കുന്നവർ, പുത്രനില്ല എന്ന് പറയുന്നവർ, അല്ലെങ്കിൽ പിതാവില്ല എന്ന് പറയുന്നവർ, ഇങ്ങനെയുള്ള വിവിധമായ ആശയക്കുഴപ്പങ്ങൾ സൃഷ്ടിക്കുന്നവരൊക്കെ നമുക്ക് ചുറ്റുമുണ്ടല്ലോ. യോഹന്നാൻ അപ്പോസ്തലൻ തന്റെ ലേഖനത്തിൽ ഇപ്രകാരം പറയുന്നത്, 1-2 വാക്യങ്ങൾ ഞാൻ ആ ഭാഗത്തൊന്ന് വായിച്ചിട്ട് മുന്നോട്ട് വരട്ടെ. 1 യോഹന്നാൻ 2-ാം അധ്യായത്തിന്റെ 23-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെയാണ് പറയുന്നത്: പുത്രനെ നിഷേധിക്കുന്നവന് പിതാവുമില്ല, പുത്രനെ സ്വീകരിക്കുന്നവന് പിതാവുമുണ്ട്. അതിന്റെ 4-ാം അധ്യായത്തിന്റെ 15-ാം വാക്യം, യേശു ദൈവപുത്രൻ എന്ന് സ്വീകരിക്കുന്നവരിൽ ദൈവവും അവൻ ദൈവത്തിലും വസിക്കുന്നു. നാം ഒരു ശാഖ എന്ന പോലെ, അല്ലെങ്കിൽ മുന്തിരിവള്ളിയുടെ ഒരു ശാഖ എന്ന പോലെ മുന്തിരിയിൽ വസിക്കുന്ന കാര്യം ഞാൻ പറഞ്ഞല്ലോ. പ്രിയമുള്ളവരെ, നാം യേശു ദൈവപുത്രൻ എന്ന് സ്വീകരിക്കുന്നവരിലാണ് ദൈവവും അവനിലും വസിക്കുന്നത്. അതായത് ഈ പുത്രനെ നിഷേധിക്കുന്നവന് പിതാവുമില്ല, പുത്രനെ സ്വീകരിക്കുന്നവന് മാത്രമേ പുത്രനും പിതാവും ഉണ്ടാവൂ എന്നുള്ള കാര്യം നാം അറിയട്ടെ. കൂടാതെ കർത്താവായ യേശു ക്രിസ്തു ഭൂമിയിലായിരുന്നപ്പോൾ തനിക്ക് ചുറ്റുമുണ്ടായിരുന്ന മതമേലധ്യക്ഷന്മാർ, പരീക്ഷന്മാർ, സാമാന്യജനം തുടങ്ങിയവർ കർത്താവിന്റെ ശുശ്രൂഷകൾക്കെതിരായി സംസാരിച്ചിരുന്ന കാര്യങ്ങളും നമുക്കറിയാം. സർവ്വലോകത്തിന്റെയും രാജാവായ അവനെ, നമുക്കറിയാം
രാജാതി രാജാവായ അവൻ ഇനി വരാൻ പോവുകയാണ്. അന്നേരം സകലത്തിന്റെയും രാജാതി രാജാവായ കർത്താവിനെ ഒരു രാജാവായി വേഷം കെട്ടിച്ച്, അതായത് ഒരു ചുവന്ന മേലങ്കി ധരിപ്പിച്ച്, മുള്ളുകൊണ്ട് ഒരു കിരീടമടഞ്ഞ് അവന്റെ തലയിൽ വെച്ച്, വലം കൈയിൽ ഒരു കോലും കൊടുത്തിട്ട് അവന്റെ മുമ്പിൽ മുട്ടുകുത്തി അവനെ പരിഹസിച്ചു. പ്രിയമുള്ളവരെ, അതുപോലെ തന്നെ സംഭവിക്കുന്ന മറ്റൊരു കാര്യം, സകല വെളിപ്പാടുകളുടെയും ഉറവിടമായ വെളിപ്പാടുകൾ, യേശുക്രിസ്തുവിന്റെ വെളിപ്പാട് എന്ന് പറയുമ്പോൾ വെളിപ്പാട് പുസ്തകത്തെ കുറിച്ചൊക്കെ പറയുന്നുണ്ട്. സകല വെളിപ്പാടുകളുടെയും ഉറവിടമായ യേശു കർത്താവിന്റെ കണ്ണ് കെട്ടി തല്ലിയതിനു ശേഷം നിന്നെ അടിച്ചതാരെന്ന് പ്രവചിക്കാൻ പറഞ്ഞുകൊണ്ട് അവനൊരു കള്ളപ്രവാചകനായി ചിത്രീകരിച്ചു, പരിഹസിച്ചു. ആ വേദഭാഗങ്ങളൊക്കെ നമുക്കറിയാം. എന്റെ രാജ്യം ഐഹികമല്ല എന്ന് പറഞ്ഞ കർത്താവിന്റെ മേൽ ഈ ഭൂമിയിൽ അവർ അടിമകളായിരുന്ന രാജ്യത്തിന്, അതായത് ഇസ്രായേൽ ജനം അല്ലെങ്കിൽ യഹൂദ ജനം റോമാ സാമ്രാജ്യത്തിന് അടിമകളായിരുന്നു. അവർ ആ റോമാ സാമ്രാജ്യത്തിനെതിരായുള്ള ഒരു രാജ്യദ്രോഹ കുറ്റവും കർത്താവിന്റെ മേൽ അവർ ആരോപിച്ചു. കർത്താവിനെ ശിക്ഷിക്കേണ്ടതിന് അങ്ങനെ ചെയ്തതായിട്ട് കാണുന്നുണ്ട്. അവന്റെ പ്രവൃത്തികൾക്കെതിരെ അങ്ങേറ്റം അവജ്ഞയോടൊക്കെ പെരുമാറിയത് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. രോഗങ്ങളാൽ കഷ്ടത അനുഭവിക്കുന്നവരെ ശബത്ത് നാളുകളിൽ സൗഖ്യമാക്കിയപ്പോൾ പ്രമാണങ്ങൾ ലംഘിക്കുന്നവനായി അവർ കുറ്റപ്പെടുത്തി, പരീക്ഷന്മാർ കുറ്റപ്പെടുത്തി. അതിനെതിരായി അവർ ശിക്ഷിക്കുവാനും അല്ലെങ്കിൽ കുറ്റപ്പെടുത്തുവാനൊക്കെ അവർ മുതിർന്നത് സുവിശേഷങ്ങൾ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. ചുങ്കക്കാരുടെയും പാപികളുടെയും അടുക്കൽ ചെന്ന് അവരുടെ ആത്മാക്കളുടെ നന്മയ്ക്കായി അവർ സംസാരിക്കുന്നത് അവൻ അവരെ പാപത്തിൽ പ്രോത്സാഹിപ്പിക്കുന്നതിനെ പോലെയും അവരുടെ പങ്കാളിയെ പോലെയും എന്ന് പറഞ്ഞ് അവർ പരിഹസിച്ചു. പാപികളുടെ അടുക്കിലേക്ക് ചെല്ലുമ്പോൾ, ചുങ്കക്കാരുടെ അടുക്കിലേക്ക് ചെല്ലുമ്പോൾ അവനെയൊക്കെ ഇത് ചെയ്യുന്നത് ആ പാപത്തിൽ അവരെ പ്രോത്സാഹിപ്പിക്കുകയാണ്, അവരെ വളർത്തുകയാണ്, അവരോട് ഭക്ഷണം കഴിക്കുകയാണ് എന്ന വിധത്തിലൊക്കെ അവർ പറഞ്ഞ് പരിഹസിച്ചത് നമുക്കറിയാമല്ലോ. പ്രിയമുള്ളവരെ, മനുഷ്യന്റെ ആവശ്യങ്ങളുടെ മുഖത്ത് അവൻ ചെയ്ത അത്ഭുതങ്ങൾ അറിയാം. അനേകർ അവന്റെ അടുക്കൽ വന്നവർ സൗഖ്യം പ്രാപിച്ചു. പലരുടെയും വിഷയങ്ങൾക്ക് പരിഹാരമുണ്ടായി. അതൊക്കെ സംഭവിച്ചപ്പോൾ ചിലരുടെയൊക്കെ പാപങ്ങൾ ക്ഷമിച്ചു കൊടുത്തു. ഇതൊക്കെ സംഭവിച്ചപ്പോൾ ഇതൊക്കെ ചെയ്തത് പിശാചിന്റെ സഹായത്താലാണ് അവൻ അതെല്ലാം ചെയ്തതെന്ന് പറഞ്ഞ് അവർ അത് പ്രചരിപ്പിച്ചതും നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. ചില സന്ദർഭങ്ങളിൽ അവന്റെ ശിഷ്യന്മാരിൽ പോലും ഈ പരീക്ഷന്മാർ കുറ്റങ്ങൾ കണ്ടെത്തി. അതെല്ലാം യേശുക്രിസ്തുവിന് നേരെ വിരൽ ചൂണ്ടാനായിരുന്നു, ശിഷ്യന്മാരെ ദ്രോഹിക്കാനല്ല. അതൊക്കെ യേശുക്രിസ്തുവിനെ ദ്രോഹിക്കാൻ വേണ്ടിയായിരുന്നു ആ ശിഷ്യന്മാരിൽ പോലും അവർ കുറ്റങ്ങൾ കണ്ടെത്തിയത് എന്ന് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. എന്നാൽ ഈ വിരോധികളുടെ ഈ ക്രൂരതകളുടെ ഒക്കെ മധ്യേ കർത്താവായ യേശു ക്രിസ്തു എത്ര ധൈര്യത്തോടും ക്ഷമയോടും അജയമായ ഒരു സ്ഥിരതയോടും കൂടിയാണ് അതൊക്കെ സഹിച്ചതെന്ന് നാം ശ്രദ്ധിക്കണമെന്നാണ് ഈ എബ്രായ ലേഖനത്തിലെ കുറുവാക്യത്തിലൂടെ ഇന്ന് രാത്രി നമ്മെ പ്രബോധിപ്പിക്കുന്നത്. ആ കഷ്ടതകൾ, അവൻ സഹിച്ച ഈ വിരോധങ്ങൾ, ഇതെല്ലാം തന്നെ നമുക്ക് വേണ്ടിയായിരുന്നു, അല്ലെങ്കിൽ നമുക്ക് നമ്മുടെ രക്ഷയ്ക്ക് വേണ്ടിയായിരുന്നു എന്നുള്ളത് നാം ഓർക്കണമെന്ന് ഈ എബ്രായ ലേഖനകാരൻ നമ്മെ ഇന്ന് രാത്രി ഓർമ്മിപ്പിക്കുകയാണ്. ഇതെല്ലാം നമുക്ക് അനുകരണത്തിനായും പ്രോത്സാഹനത്തിനായും ഉള്ളതാണെന്ന് നാം മനസ്സിലാക്കണം. അല്ലെങ്കിൽ നമുക്ക് ആ നിലയിൽ കർത്താവിനെ ഒന്ന് അനുഗ്രഹിക്കുവാൻ, നമ്മുടെ വിശ്വാസ ജീവിതത്തിലെ പ്രതിസന്ധികൾ വരുമ്പോൾ, ക്ഷീണിച്ച് മടുക്കുമ്പോൾ നമുക്കൊരു പ്രോത്സാഹനത്തിനായി ഉള്ളതാണെന്നുള്ളത് നാം മനസ്സിലാക്കുവാൻ വേണ്ടിയാണ് ഇതിങ്ങനെ പ്രബോധിപ്പിച്ചതെന്ന് നാം ഗ്രഹിക്കണം. പ്രിയമുള്ളവരെ, ഇത് നാം നമ്മുടെ ആയുഷ്കാലം മുഴുവൻ ഓർമ്മിക്കേണ്ട ഒരു കാര്യമാണ്. അത് ഒരു ദിവസത്തേക്കല്ല. ക്ഷീണിച്ച് മടുക്കുമ്പോൾ എപ്പോഴും, അതായത് നമ്മുടെ ക്രിസ്ത്യ ജീവിതത്തിൽ ക്ഷീണങ്ങൾ വരാം, പ്രയാസങ്ങൾ വരാം, കഷ്ടങ്ങൾ വരാം, തളരാനുള്ള അവസരങ്ങളൊക്കെ വരാം, കുറ്റപ്പെടുത്തുന്നവർ വരാം. ഒരു പരിധിവരെ കർത്താവ് സഹിച്ചതുപോലുള്ള ആ പ്രയാസങ്ങളൊക്കെ നമ്മുടെ ജീവിതത്തിലും വരാം. എങ്കിലും അതിൻ്റെയൊക്കെ മധ്യേ കർത്താവ് കാണിച്ചു തന്ന മാതൃക നമ്മുടെ പ്രോത്സാഹനത്തിനായി നാം നമ്മുടെ ആയുഷ്കാലം മുഴുവനും ഓർമ്മിക്കേണ്ടതാണ്. കൂടാതെ കർത്താവ് പറഞ്ഞ ഒന്ന് രണ്ട് വാക്യങ്ങളൂടെ ഞാൻ പറഞ്ഞത് അവസാനിപ്പിക്കട്ടെ. നിങ്ങൾ ക്ഷീണിച്ചു പോകാതിരിക്കേണ്ടതിന് മടുത്തു പോകാതെ എപ്പോഴും പ്രാർത്ഥിക്കണം. പ്രാർത്ഥനകളിൽ കുറഞ്ഞു പോകുന്നത്, അല്ലെങ്കിൽ പ്രാർത്ഥനകളിൽ നാം ക്ഷീണിച്ചു പോകുന്നത് നമ്മുടെ വിശ്വാസത്തിന്റെ ക്ഷീണത്തെ തന്നെയാണ് കാണിക്കുന്നത്. നമ്മുടെ എല്ലാ പ്രാർത്ഥനകളിലും വിശ്വാസത്തോടെ അവനെ നോക്കണം, വിശ്വാസത്തോടെ അവന്റെ മുഖത്ത് നമ്മുടെ കണ്ണുകൾ അർപ്പിക്കണം. മടുത്തു പോകാതെ എപ്പോഴും പ്രാർത്ഥിക്കണം എന്നുള്ളതിനായി യേശു കർത്താവ് പറഞ്ഞൊരു ഉപമ ലൂക്കോസിന്റെ സുവിശേഷത്തിൽ നമുക്ക് അറിയാമല്ലോ. അതിന്റെ അവസാനത്തിൽ ഇങ്ങനെയാണ് പറയുന്നത്: അവസാനത്തിൽ പ്രതിക്രിയ നടത്തി രക്ഷിക്കാനായി നമ്മുടെ കർത്താവ് വേഗത്തിൽ വരുമ്പോൾ നമ്മൾ ഒരു വിശ്വാസം കാണാനാവണം. നമ്മുടെ വിശ്വാസം നഷ്ടപ്പെട്ടു പോകരുത്. ഈ കാലത്ത് വിശ്വാസം പലരിൽ നിന്നും നഷ്ടമായി പോയിക്കൊണ്ടിരിക്കെ നമുക്ക് കർത്താവിന്റെ അടുക്കിലേക്ക് ഒന്നുകൂടി ചേർന്ന് നിൽക്കുവാനായിട്ട് ഇടയാകട്ടെ. അതിനായി നമുക്ക് നമ്മളെ തന്നെ കർത്താവിന്റെ കരത്തിലേക്ക് ഏൽപ്പിച്ചു കൊടുക്കാം. അങ്ങനെ ഒരു നല്ല അനുഭവം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകട്ടെ. ആ നല്ല കർത്താവിനെ എല്ലാ നാളും ധ്യാനിച്ചുകൊണ്ട് നമ്മുടെ വിശ്വാസത്തിന്റെ ഓട്ടം പൂർത്തീകരിക്കുവാനായിട്ട് ഇന്ന് രാത്രിയിൽ നമുക്ക് നമ്മളെ തന്നെ കർത്താവിന്റെ സന്നിധി സമർപ്പിക്കാം. കർത്താവിൽ സന്തോഷം അവനിൻ ബലം, പാരിതിൽ പാർക്കും നാളവനിൻ ബലം. അവനെന്റെ സങ്കേതം, വിശ്രമം നാൾ തോറും അവനെന്റെ സർവവുമേ.
അവനെന്റെ സങ്കേതം വിശ്രമം നാൾ തോറും അവനെന്റെ സർവവുമേ. കർത്താവിൽ സന്തോഷം അവനിൻ ബലം, പാരിതിൽ പാർക്കുന്നാളവനിൻ ബലം. അവനെന്റെ സങ്കേതം വിശ്രമം നാൾ തോറും അവനെന്റെ സർവവുമേ. അവനെന്റെ സങ്കേതം വിശ്രമം നാൾ തോറും അവനെന്റെ സർവവുമേ. പലനാൾ കരുതി ഞാനേകനെന്ന് അന്നാളിലവനെന്നോടു ചൊല്ലി. പലനാൾ കരുതി ഞാനേകനെന്ന് അന്നാളിലവനെന്നോടു ചൊല്ലി. ലോകാന്ത്യത്തോളം കൂടെയിരിക്കുന്നു നിന്നോടു കൂടെയുണ്ട്. ലോകാന്ത്യത്തോളവും കൂടെയിരിക്കുന്നു നിന്നോടു കൂടെയുണ്ട്. കർത്താവിൽ സന്തോഷം അവനൻ ബലം, പാരിതിൽ പാർക്കുന്നാളവനൻ ബലം. അവനെന്റെ സങ്കേതം വിശ്രമം നാൾ തോറും അവനെന്റെ സർവവുമേ. അവനെന്റെ സങ്കേതം വിശ്രമം നാൾ തോറും അവനെന്റെ സർവവുമേ. നിന്നിതനെന്നു ഞാൻ കരുതിയതാൻ അന്നാളിലവനെന്നോടു ചൊല്ലി. ക്ഷീണിച്ചു പോകേണ്ട നിന്നെ മാനിക്കുന്നു നിന്നോടു കൂടെയുണ്ട്. ക്ഷീണിച്ചു പോകേണ്ട നിന്നെ മാനിക്കുന്നു നിന്നോടു